നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ഒരു LPPയുടെ ഡുവാലിറ്റി. എന്താണ് ഡുവാലിറ്റി എന്നുള്ളത്? സോ നമുക്ക് ജനറൽ ടേമിൽ നോക്കി നോക്കാം. ഒരു ജനറൽ LPP ആണ് എഴുതിയിട്ടുള്ളത്. മാക്സിമൈസ് Z ഈക്വൽ ടു C1x1 പ്ലസ് C2x2 എക്സെട്ര പ്ലസ് CnXn സബ്ജക്റ്റ് ടു A11x1 പ്ലസ് A12x2 പ്ലസ് എക്സെട്ര A1nxn ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഴുതാൻ കാരണം ഇത് മാക്സിമൈസ് ആയതുകൊണ്ടാണ്. സോ മാക്സിമൈസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് ഇനീക്വാലിറ്റി കംപ്ലീറ്റ് വരിക. അപ്പോൾ നമ്മൾ LPP കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റണം. സോ ഇതാണ് ഇതിന്റെ കാനോണിക്കൽ ഫോം. കാരണം മാക്സിമൈസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ കാനോണിക്കൽ ഫോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻ ഫുള്ള് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടേമിൽ വരും. സോ ദിസ് ഇസ് ദ കാനോണിക്കൽ ഫോം. അപ്പോൾ കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡുവാലിറ്റി കാണാൻ കഴിയുള്ളൂ. സോ ഒരു കാനോണിക്കൽ ഫോം ആണിത്. വേറെ xi ഗ്രേറ്റർ ദാൻ 0. ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്? 1 2 എക്സെട്ര n. ഇവിടെ n വേരിയബിൾസ് ഉണ്ട്. എത്ര കൺസ്ട്രെയിൻസ് ഉണ്ട്? 1 2 എക്സെട്ര m. സോ m കൺസ്ട്രെയിൻസും n വേരിയബിൾസും. ഇനി ഇതിന്റെ ഡുവാലിറ്റി എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കി നോക്കാം. സോ ഡുവാലിറ്റിയിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻ മാക്സിമൈസ് ആണെങ്കിൽ അതിന്റെ ഡുവൽ മിനിമൈസ് ആയിരിക്കും. ക്വസ്റ്റ്യൻ മാക്സിമൈസ് ആണെങ്കിൽ അതിന്റെ ഡുവാലിറ്റി മിനിമൈസ് എന്നായിരിക്കും. സോ സെഡിന് പകരം നമ്മൾ വേറെ വേരിയബിൾ കൊടുത്തു, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാറ്റി, w ഈക്വൽ ടു. ഇവിടെ വേരിയബിൾസും നമ്മൾ മാറ്റും. ഇനി ഇവിടെ നോക്കൂ, ഇതിന്റെ ഡുവാലിറ്റി എഴുതാൻ പോകുന്നത് B1 U1 പ്ലസ് B2 U2 പ്ലസ് എക്സെട്ര BM UM. സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻസിലെ ഈ കോഎഫിഷ്യൻസ്, ഈ കോൺസ്റ്റൻസ് ആണ് നമ്മുടെ ഇവിടെ കോസ്റ്റ് കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത്. സോ മിനിമൈസ് എന്നാണ് മാക്സിമൈസിന്റെ ഡുവാലിറ്റി, മിനിമൈസ് എന്നാവും. സോ മിനിമൈസ് എന്നാണെങ്കിൽ ഇനി കൺസ്ട്രെയിൻസ് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് കൺസ്ട്രെയിൻ നോക്കി നോക്കിക്കോളൂ എങ്ങനെ ചെയ്തു എന്നുള്ളത്. A11 U1. ഇപ്പോൾ വേരിയബിൾസ് ഫുൾ എന്താണ്? U1 U2 എക്സെട്ര UM വേരിയബിൾസ് ആണ് ഉള്ളത്. സോ നോക്കി നോക്കൂ, ഇനി ഇങ്ങനെയാണ് നമ്മൾ ഡുവാലിറ്റിയിൽ കൺസ്ട്രെയിൻസ് എഴുതുന്നത്. A11 U1 പ്ലസ് നേരെ താഴത്തെ A21 U2 പ്ലസ് എക്സെട്ര A31 U3 പ്ലസ് എക്സെട്ര ലാസ്റ്റ് AM1 UM. അപ്പോൾ കോഎഫിഷ്യൻസ് ഫുള്ള് താഴത്തത് വരും. എന്നിട്ട് U1 പ്ലസ് U2 പ്ലസ് എക്സെട്ര UM. അപ്പോൾ അതേപോലെ അടുത്ത കൺസ്ട്രെയിൻ എന്ത് വരും? സോ അടുത്ത കൺസ്ട്രെയിൻ നോക്കൂ, A12 U1 പ്ലസ് A22 U2 പ്ലസ് എക്സെട്ര AM2 UM. അപ്പോൾ x2ന്റെ എല്ലാ കോഎഫിഷ്യൻസും എഴുതും. എന്നിട്ട് വേരിയബിൾ U1 U2 എക്സെട്ര UM കൊടുക്കും. ഇനി ഇവിടെ നോക്കൂ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു C1. മിനിമൈസ് ആയതുകൊണ്ട് ഇവിടെ കാനോണിക്കൽ ഫോം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വരും. ഇനി ഇവിടുത്തെ കോൺസ്റ്റന്റ് എങ്ങനെ എഴുതാം? നമ്മുടെ ഇവിടെ എന്തായിരുന്നോ കോസ്റ്റ് കോഎഫിഷ്യന്റ് അത് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരും. സോ ഈ C1 ഫസ്റ്റ് കൺസ്ട്രെയിനിലെ കോൺസ്റ്റന്റ് ആക്കി വരും C1. ഈ C2 സെക്കൻഡ് കൺസ്ട്രെയിനിലെ സെക്കൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് വരും. സോ അങ്ങനെ എക്സെട്ര. സോ ലാസ്റ്റ് കൺസ്ട്രെയിൻ നോക്കൂ, ഈ ലാസ്റ്റ് xnന്റെ എല്ലാ കോഎഫിഷ്യൻസും A1n U1 പ്ലസ് A2n U2 പ്ലസ് എക്സെട്ര AMN UM. അതേപോലെ ലാസ്റ്റ് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് UI ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 വേർ I എന്ന് പറഞ്ഞാൽ 1 2 എക്സെട്ര M. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇവിടെ നമുക്ക് 1 2 എക്സെട്ര n വേരിയബിൾസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്കിവിടെ 1 2 എക്സെട്ര n കൺസ്ട്രെയിൻസ് കിട്ടി. ഇവിടെ എത്ര വേരിയബിൾ ആണ് ഉള്ളത്? നമ്മുടെ ഡുവലിൽ അത്രയും കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഇനി ഇവിടെ 1 2 എക്സെട്ര m കൺസ്ട്രെയിൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അത്രയും വേരിയബിൾ കിട്ടും, U1 U2 എക്സെട്ര UM. സോ ഇവിടുത്തെ കൺസ്ട്രെയിൻസിന്റെ എണ്ണമായിരിക്കും ഇവിടുത്തെ വേരിയബിൾസിന്റെ എണ്ണം, ഇവിടുത്തെ വേരിയബിൾസിന്റെ എണ്ണമായിരിക്കും ഇവിടുത്തെ കൺസ്ട്രെയിൻസിന്റെ എണ്ണം. നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. സോ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാക്സിമൈസ് ആണ് ക്വസ്റ്റ്യൻ. Z ഈക്വൽ ടു x1 മൈനസ് x2 പ്ലസ് 3x3 സബ്ജക്റ്റ് ടു x1 പ്ലസ് x2 പ്ലസ് x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. 2x1 പ്ലസ് 0x2 ഇത് 0 ആണ്. 0x2 ഞാൻ 0 എഴുതാൻ കാരണം ശരിക്കും അവിടെ വേരിയബിൾ ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ 0 കൊടുത്ത് എഴുതുകയാണ്. 0x2
minus x3 less than or equal to 2, 2x1 minus 2x2 plus 2x3 less than or equal to 6. ആദ്യം ക്വസ്റ്റ്യൻ നോക്കേണ്ടത് മാക്സിമൈസ് എന്നുള്ളതാണ്. സോ ഇത് കാനോണിക്കൽ ഫോമിലാണോ ചെക്ക് ചെയ്യണം. മാക്സിമൈസ് എന്ന് വന്നു കഴിഞ്ഞാൽ കൺസ്ട്രെയിൻസ് ഫുൾ എന്ത് വരണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരണം. സോ അതെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. മാക്സിമൈസ് ആണ് ക്വസ്റ്റ്യൻ. സോ ഇത് കാനോണിക്കൽ ഫോം ആണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡുവൽ കാണാൻ പറ്റും. ഇവിടെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസും ഉണ്ട്. ഇതും ചെക്ക് ചെയ്യണം കേട്ടോ. നോൺ നെഗറ്റിവ് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. സോ അതുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് ഡുവൽ കാണാൻ പറ്റും. സോ ഡുവൽ കാണുമ്പോൾ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് ചെയ്യുന്നത്. സോ ഇവിടെ മാക്സിമൈസ് എന്നാണെങ്കിൽ ഒബ്ജക്റ്റീവിൽ എന്ത് വരും, ഡുവലിന്റെ ഒബ്ജക്റ്റീവ് മിനിമൈസ് എന്നാവും. സെഡിന് പകരം വേറെ ഫംഗ്ഷൻ കൊടുത്തു, ഡബ്ല്യു ഈക്വൽ ടു. ഇനി എന്ത് വരും, ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 10. നമ്മുടെ ഇവിടെ കൺസ്ട്രെയിൻസിലെ കോൺസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിലെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത്. സോ 10u1 പ്ലസ് 2u2 പ്ലസ് 6u3. സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഇവിടെ മിനിമൈസ് എന്നാണ്. സോ ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് വരണം. സോ കൺസ്ട്രെയിൻസ് എങ്ങനെ എഴുതാം, ഈ ഒരു x1ന്റെ ഫുൾ കോഎഫിഷ്യന്റ് എഴുതും. x1ന്റെ കോഎഫിഷ്യൻസ്. സോ ഫസ്റ്റ് x1 അതിന് പകരം u1 പ്ലസ് 2u2 പ്ലസ് 2u3. ഇതിങ്ങനെ താഴത്തേക്ക് u1 u2 u3. ഇവിടെ മിനിമൈസ് എന്നാണ്. അപ്പോൾ കാനോണിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നെക്സ്റ്റ് അടുത്ത കൺസ്ട്രെയിൻ എങ്ങനെ കിട്ടുക, ഈ x2ന്റെ ഫുൾ കോഎഫിഷ്യൻസ് ഫസ്റ്റ് 1 ആണ്. സോ 1u1 പ്ലസ് 0u2 മൈനസ് 2u3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ 1 എങ്ങനെ എഴുതിയത്, ഈ കോസ്റ്റിന്റെ കോഎഫിഷ്യന്റ്, ഇവിടെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ ഫസ്റ്റ് 1 വരും. ഇവിടെ സെക്കൻഡിൽ -1 ആണ്. സോ ഇവിടെ -1 വരും. ഇനി തേർഡ് കൺസ്ട്രെയിൻ, ഇവിടെ x3ന്റെ ഫുൾ കോഎഫിഷ്യന്റ് എഴുതാം. x3ന്റെ ഫസ്റ്റ് 1 ആണ്. സോ 1u1 വരും. ഇവിടെ 1u1 ആണ്, ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇവിടെ 1 ആണ്. സോ 1u1. അതുപോലെ -1u2 എന്നാണ്. ഇവിടെ -1u2 എന്നാണ്. -1u2 കാരണം ഇവിടെ കോഎഫിഷ്യന്റ് 1 ആണ്. ഇവിടെ കോഎഫിഷ്യന്റ് -1 ആണ്. പ്ലസ് 2u3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ അടുത്ത കോഎഫിഷ്യന്റ് 3 ആണ്. സോ 3 വരും. ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് കാരണം മിനിമൈസ് ആയതുകൊണ്ട്. ലാസ്റ്റ് നമ്മുടെ നോൺ നെഗറ്റീവ് കണ്ടീഷൻ എഴുതാൻ മറക്കരുത്, വേർ ui ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ മിനിമൈസ് ആണ് ക്വസ്റ്റ്യൻ. മിനിമൈസ് z ഈക്വൽ ടു x1 മൈനസ് 3x2 പ്ലസ് 2x3. സോ ഇവിടെ മിനിമൈസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കാനോണിക്കൽ ഫോമിലേക്ക് എന്ത് ചെയ്യണം, ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോമിൽ വരണം. പക്ഷെ ഇവിടെ കൺസ്ട്രെയിൻസ് ഒക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമിലുള്ളത്. അപ്പോൾ മിനിമൈസ് ആയതുകൊണ്ട് ഇതിന്റെ കാനോണിക്കൽ ഫോം ആദ്യം എഴുതണം. എന്ത് ചെയ്യണം, ഈ ലെസ് ദാൻ ഒക്കെ ഗ്രേറ്റർ ദാൻ ആക്കി മാറ്റണം. എങ്ങനെ ഇനീക്വാലിറ്റി ചേഞ്ച് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനീക്വാലിറ്റി ചേഞ്ച് ചെയ്യും. സോ അങ്ങനെ ഇനീക്വാലിറ്റി ചേഞ്ച് ചെയ്യണം. ആദ്യം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റിയതിന് ശേഷമേ ഡുവൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഫസ്റ്റ് വി റൈറ്റ് ദി ഗിവൺ പ്രോബ്ലം ഇൻ ടു ഇറ്റ്സ് കാനോണിക്കൽ ഫോം. കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ മിനിമൈസ് എന്ന് എഴുതി. മിനിമൈസ് z ഈക്വൽ ടു x1 മൈനസ് 3x2 പ്ലസ് 2x3. അതിൽ മാറ്റമൊന്നുമില്ല. ഇവിടെ എന്ത് വരും, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആക്കണം. സോ ത്രൂ ഔട്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3x1 ഉള്ളത് മൈനസ് 3x1 മൈനസ് x2 ഉള്ളത് പ്ലസ് x2 എന്നാവും. മൈനസ് 2x3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു -7 എന്ന് വരും. കാനോണിക്കൽ ഫോമിൽ ഇവിടെ നെഗറ്റീവ് വന്നാലും കുഴപ്പമൊന്നുമില്ല. സിംപ്ലക്സ് മെത്തേഡിലും ബിഗ് മെത്തേഡിലൊക്കെയാണ് ഇവിടെ നെഗറ്റീവ് വന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നാൽ പ്രശ്നമൊന്നുമില്ല. സോ നെക്സ്റ്റ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആക്കാൻ എന്ത് ചെയ്യണം, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെയും മൈനസ് ചേഞ്ച് വരും. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇവിടെ 12 എന്നുള്ളിടത്ത് -12 എന്ന് വരും. തേർഡ് കൺസ്ട്രെയിനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതിനെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആക്കി മാറ്റി. ഇപ്പോൾ ഡുവൽ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്, കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റി. മിനിമൈസ് എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വേർ x1 ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. x1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, x3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, ഹോൾ x വാല്യൂസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡുവലിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ആൻസർ കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മൾ ഡുവലിലേക്ക് മാറ്റാൻ പോവുകയാണ്. സോ നമ്മൾ ഡുവൽ എന്ന് പറഞ്ഞാൽ ദെൻ ദി ഡുവൽ ഈസ് മിനിമൈസ് എന്നാണെങ്കിൽ അതിന്റെ ഡുവൽ മാക്സിമൈസ് എന്നാവും. ഡുവൽ മാക്സിമൈസ് ഇവിടെ ഒരു w ഈക്വൽ ടു കൊടുക്കണേ. w ഈക്വൽ ടു മറന്നു പോയതാണ്.
W ഈക്വൽ ടു ഈ കൺസ്ട്രെയിൻസിന്റെ കോൺസ്റ്റൻസ് -7u1 -12u2 -10u3. ഈ കൺസ്ട്രെയിൻസിന്റെ കോഎഫിഷ്യന്റ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് വരും. മിനിമൈസ് ഉള്ളത് മാക്സിമൈസ് ആവും. മാക്സിമൈസ് ആയ ഇനി എല്ലാ ഇനീക്വാലിറ്റി എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഇനി ഇവിടെ ഉള്ളത് -3. x1ന്റെ ഫുൾ കോഎഫിഷ്യൻസ് എടുക്കുക. -3, 2, 4. സോ അത് അതേപോലെ ഇവിടെ വരും. -3u1 +2u2 +4u3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇനി ഇവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റന്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോൺസ്റ്റന്റ് x1ന്റെ കോഎഫിഷ്യന്റ് 1. സോ 1 വരും. നെക്സ്റ്റ് x2ന്റെ ഫുൾ കോഎഫിഷ്യൻസ് 1, -4, -3. സോ 1 into u1 -4 into u2 -3 into u3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ കോഎഫിഷ്യന്റ് -3 ആണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ -3 ആണ്. സോ -3 എന്ന് വരും. നെക്സ്റ്റ് x3ന്റെ കോഎഫിഷ്യൻസ്. സോ -2u1. സെക്കൻഡ് കൺസ്ട്രെയിനിൽ x3 കാണുന്നില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? 0 ആക്കി ചെയ്യണം. സോ 0u2 -8u3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ നെക്സ്റ്റ് കോസ്റ്റ് കോഎഫിഷ്യന്റ് 2 ആണ്. ആ 2 ഇവിടെ വരും. നോൺ നെഗറ്റീവ് കണ്ടീഷൻ എഴുതാൻ മറക്കരുത്. ui ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഫോർ ഓൾ i. സോ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ഡുവൽ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. മാക്സിമൈസ് സെഡുകൾ. ഡുവൽ കാണാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. മാക്സിമൈസ് z ഈക്വൽ ടു 2x1 + 3x2 + x3 സബ്ജക്ട് ടു 4x1 + 3x2 + x3 ഈക്വൽ ടു 6. അടുത്ത കൺസ്ട്രെയിൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. നോൺ നെഗറ്റീവ് കണ്ടീഷൻസ് x1 ഗ്രേറ്റർ ദാൻ 0, x2 ഗ്രേറ്റർ ദാൻ 0, x3 ഗ്രേറ്റർ ദാൻ 0. സോ ഇവിടെ ക്വസ്റ്റ്യൻ മാക്സിമൈസ് ആണ്. പക്ഷേ കൺസ്ട്രെയിൻസ് ഇവിടെ എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, ഇവിടെ ഒരു ഈക്വൽ ടു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റണം. എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റണം. സോ ആദ്യം എന്ത് ചെയ്യണം? ഈ ഈക്വൽ ടുവിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റണം ഈ ഒരു കൺസ്ട്രെയിനിനെ. സോ ആദ്യം കാനോണിക്കൽ ഫോമിലേക്ക് ഒന്ന് മാറ്റാം. നമ്മൾ പറഞ്ഞിരുന്നു കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റാൻ എന്താ ചെയ്യുക? ഈക്വൽ ടുവിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞെഴുതും. സോ രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കണം? ഈക്വൽ ടു ആയിരിക്കണം. ലെഫ്റ്റ് ടു റൈറ്റും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. അതേപോലെ സെയിം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ അത് നമുക്ക് ഈക്വൽ ടു എന്ന് പറയാം. അപ്പോൾ ഈക്വൽ ടുവിനെ എങ്ങനെ രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യും? സോ ഇവിടെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ട്, ഇവിടെയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റണം. അപ്പോഴേ കാനോണിക്കൽ ഫോമിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാനോണിക്കൽ ഫോമിലേക്ക് എത്തിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡുവലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു? കാനോണിക്കൽ ഫോം എഴുതിയിട്ടുണ്ട്. മാക്സിമം. സോ കാനോണിക്കൽ ഫോം എങ്ങനെയായിട്ട് മാറും? മാക്സിമൈസ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് മാറ്റമൊന്നുമില്ല. ഫസ്റ്റ് കൺസ്ട്രെയിൻ ഇതേപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സെക്കൻഡ് കൺസ്ട്രെയിൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു. അതെന്ത് ചെയ്തു? നെഗറ്റീവ് കൊണ്ട് ത്രൂ ഔട്ട് എല്ലാം മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറി. -6. ത്രൂ ഔട്ട് എന്നതിന് നെഗറ്റീവ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്യും. സോ ഇപ്പോൾ നമുക്ക് കാനോണിക്കൽ ഫോമിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. മാക്സിമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് നോൺ നെഗറ്റീവ് കണ്ടീഷൻ. സോ ഇതൊരു കാനോണിക്കൽ ഫോമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡുവലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഡുവൽ എന്തായിട്ട് മാറും? ഡുവൽ 6 -6 4. സോ 6u1 അതിൻ്റെ മാക്സിമം മിനിമം ആയിട്ട് മാറും. ഒബ്ജക്റ്റിന് w എന്ന് എഴുതും. പിന്നെ ഈ ഒരു കോൺസ്റ്റന്റ് നമ്മുടെ ഒബ്ജക്റ്റീവിൽ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരും. സോ 6u1 -6u2 +4u3. അതേപോലെ x1ന്റെ ഫുൾ കോയിഫിഷ്യന്റ് നമ്മുടെ ഫസ്റ്റ് കൺസ്ട്രെയിൻ ആയിട്ട് വരും. 4u1 -4u2 +u3. മിനിമം ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്ന് വരും. നെക്സ്റ്റ് x2ന്റെ ഫുൾ കോയിഫിഷ്യന്റ് 3u1 3u1 -3u2 +2u3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 വരും. 3. നെക്സ്റ്റ് x3ന്റെ കോയിഫിഷ്യന്റ് 1 -1 5. സോ 1 into u1 -1 into u2 +5 into u3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x3ന്റെ കോയിഫിഷ്യന്റ് 1 വരും.
ui ഗ്രേറ്റർ ദാൻ 0. സോ ഇവിടെ നമ്മൾ ആൻസർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ ഒരു ചെറിയൊരു ചേഞ്ച് കൂടി. കാരണം ഇവിടെ നോക്കിയോ ക്വസ്റ്റ്യൻ 6u1 മൈനസ് 6u2. ഇവിടെ 6 കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? u1 മൈനസ് u2 എന്ന് എഴുതാൻ പറ്റും. അതേപോലെ നെക്സ്റ്റ് അടുത്തത് ഈ 4 കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ u1 മൈനസ് u2 എന്ന് എഴുതാൻ പറ്റും. അതേപോലെ ഇവിടെ 3 കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ u1 മൈനസ് u2 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ഓൾറെഡി u1 മൈനസ് u2 ഉണ്ട്. സോ ഞാൻ അങ്ങനെ u1 മൈനസ് u2 ഒക്കെ ഒന്നിച്ച് എഴുതുകയാണ്. സോ 6 കോമൺ ആയി പുറത്തേക്ക് എടുത്തു, u1 മൈനസ് u2. ബാക്കിയൊരു മാറ്റമില്ല, അതേപോലെ തന്നെയാണ്. u1 മൈനസ് u2 ഒക്കെ ഒന്നിച്ച് എഴുതി. എന്നിട്ട് u1 മൈനസ് u2 ഇപ്പം എല്ലാ ഇക്വേഷനും നമ്മുടെ എല്ലാ ഇക്വേഷനും അത് ഒരേ സൈമൾട്ടേനിയസ് ആയിട്ട് വന്നിട്ടുണ്ട്. u1 മൈനസ് u2, u1 മൈനസ് u2, u1 മൈനസ് u2, u1 മൈനസ് 2. സോ നമുക്ക് u1 മൈനസ് u2 പകരം വേറെ വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ ഇക്വേഷനിലും u1 മൈനസ് u2 ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? u1 മൈനസ് u2 പകരം വേറെ വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഞാനിവിടെ u1 മൈനസ് u2 പകരം v1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്കൊക്കെ ഒരേ ഒരു ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ട് u3ക്ക് പകരം v2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി u3ക്ക് v2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് വേരിയബിൾസിന്റെ എണ്ണം കിട്ടാൻ വേണ്ടി നമ്പർ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് u1 മൈനസ് u2 v1 എന്ന് കൊടുത്തു. അപ്പൊ u3നെ v2 ആയിട്ട് മാറ്റിയിട്ടുണ്ട് വേരിയബിൾ. സോ അപ്പൊ ഇക്വേഷൻ ഒന്നും കൂടി മാറ്റം വരും അല്ലെ? എന്തോരം u1 മൈനസ് u2 പകരം v1 എന്ന് വരും. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? u1 മൈനസ് u2 പകരം v1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ w ഈക്വൽ ടു 6v1. സോ നമ്മുടെ ഇക്വേഷൻ നെക്സ്റ്റ് കൺസ്ട്രെയിൻഡ് ആയിട്ട് മാറും. u1 മൈനസ് u2 പകരം v1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4v1 പ്ലസ് u3ക്ക് പകരം v2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കി മാറ്റമൊന്നുമില്ല. ഇവിടെ ഇതേപോലെ 3 u1 മൈനസ് u2 പകരം 3v1 പ്ലസ് 2v2. u1 മൈനസ് u2 പകരം v1 പ്ലസ് 5v2. u3ക്ക് പകരം v2. ബാക്കി മാറ്റങ്ങളൊന്നുമില്ല. സോ അവിടെ പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം v2 എന്ന് പറഞ്ഞാൽ u3 ആണ്. v2 u3 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? u3 ഗ്രേറ്റർ ദാൻ 0 എന്നാവും, v2 ഗ്രേറ്റർ ദാൻ 0 എഴുതാം. പക്ഷെ ഇവിടെ v1 എന്നുള്ളത് എന്തായി മാറും? v1 എന്ന് പറഞ്ഞാൽ u1 മൈനസ് u2 ആണ്. v1 എന്ന് പറഞ്ഞാൽ u1 മൈനസ് u2. u1 ഗ്രേറ്റർ ദാൻ 0 ആണ്, u2 ഗ്രേറ്റർ ദാൻ 0 ആണ്. പക്ഷെ u1 മൈനസ് u2 എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിക്കൊള്ളണമെന്നില്ല. രണ്ട് പോസിറ്റീവ് നമ്പർ മൈനസ് ചെയ്താൽ പോസിറ്റീവ് തന്നെ കിട്ടണം നിർബന്ധമില്ല. അപ്പൊ v1 നമ്മൾ എന്ത് ചെയ്യും? ഈസ് അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ എന്ന് എഴുതും. v1 ഈസ് അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ എന്ന് എഴുതും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലെ? ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഡുവൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ പ്രൈമൽ, ഇതിന് പ്രൈമൽ എന്ന് പറയാം. ഈ LPPക്ക് പ്രൈമൽ എന്ന് പറയും. ഇതിന് ഡുവലാണ് കാണേണ്ടി വരിക. സോ ഈ പ്രൈമലില് എത്ര വേരിയബിൾസ് ഉണ്ട്? 1, 2, 3 വേരിയബിൾസ്. അപ്പോൾ ഡുവലിൽ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടാവും? 3 കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഇനി നമ്മുടെ പ്രൈമറിൽ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ട്? 1, 2 കൺസ്ട്രെയിൻസ്. അപ്പൊ ഡുവലിൽ എത്ര വേരിയബിൾസ് ഉണ്ടാവും? 2 വേരിയബിൾ ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് ഡുവലിന്റെ പ്രത്യേകത. എത്ര വേരിയബിൾ പ്രൈമറിൽ ഉണ്ടോ അത്രയും കൺസ്ട്രെയിൻസ് ഡുവലിൽ ഉണ്ടാവും. എത്ര കൺസ്ട്രെയിൻസ് പ്രൈമറിലുണ്ടോ അത്രയും വേരിയബിൾസ് ഡുവലിൽ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്ത് ഇവിടേക്ക് എത്തിച്ചത്. ഇവിടെ നോക്കുമ്പോൾ 2 വേരിയബിളേ ഉള്ളൂ, v1, v2. നമ്മുടെ പ്രൈമറിൽ 2 കൺസ്ട്രെയിനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഡുവലിൽ 2 വേരിയബിൾ ഉണ്ടാകാൻ പാടുള്ളൂ. അതേപോലെ പ്രൈമറിൽ 3 വേരിയബിൾ x1, x2, x3 ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് 3 കൺസ്ട്രെയിൻ കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ v1 ഈസ് അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ. v1 ആണ് അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആയത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് കൺസ്ട്രെയിൻ ഈക്വൽ ടു 6 ആണ്. ഫസ്റ്റ് കൺസ്ട്രെയിൻ ഈക്വൽ ടു 6 ആണെങ്കിൽ ഡുവലില് ഫസ്റ്റ് വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഇനിയിപ്പോ സെക്കൻഡ് കൺസ്ട്രെയിൻ ആണ് ഈക്വൽ ടു വന്നതെങ്കിൽ നമ്മുടെ ഡുവലില് സെക്കൻഡ് വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആയിരിക്കും. ഓക്കെ, സോ അതും കൂടി പറയാനാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്. നമുക്ക് ഫസ്റ്റ് വേരിയബിൾ എന്തായി? അൺറെസ്ട്രിക്റ്റഡ് ആയി ഡുവലില്. അതിന് കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് കൺസ്ട്രെയിൻ ഇക്വേഷൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ, ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നേരെ തിരിച്ച്, അഥവാ
ഇതിങ്ങനെ നമ്മുടെ LPP മാക്സിമൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കാനോണിക്കൽ ഫോമിലല്ല ഉള്ളത്. അതുപോലെ നോൺ നെഗറ്റിവിറ്റി നോക്കൂ, x1 ഗ്രേറ്റർ ദാൻ ഈക്വൽ 0, പക്ഷെ x2 ഈസ് അൺറെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ x2 അൺറെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഇതിനൊരു കാര്യം മനസ്സിലാക്കണം, ഡുവലിൽ സെക്കൻഡ് കൺസ്ട്രെയിൻ ഇക്വേഷൻ ആയിരിക്കും, ഈക്വൽ ടു എന്നായിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാം, എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഇവിടെ ആദ്യം ചെയ്യണം, ഈ ക്വസ്റ്റ്യനെ കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു ആക്കണം. മറ്റൊന്ന്, x2നെ മാറ്റിയിട്ട് അവിടേക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കൊണ്ടുവരണം. ഇത് അൺറെസ്ട്രിക്റ്റഡ് ആണ്. ഇപ്പോൾ സോ നമ്മൾ ഈ x2ന്റെ അൺറെസ്ട്രിക്റ്റഡ് എന്നുള്ള ഈ ഒരു സംഭവം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, x2നെ x2 ഡാഷ് മൈനസ് x2 ഡബിൾ ഡാഷ് എന്ന് എഴുതും. വേർ x2 ഡാഷ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 ആണ്, x2 ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 ആണ്. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഏതൊരു നമ്പറിനെയും രണ്ട് പോസിറ്റീവ് നമ്പറിന്റെ മൈനസ് ആക്കി എഴുതാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ x2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണെന്ന് അറിയില്ല, അൺറെസ്ട്രിക്റ്റഡാ. നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം, 0 ആകാം, എന്തും വരാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, അതിനെ രണ്ട് പോസിറ്റീവ് ഓർ ഈക്വൽ ടു 0ന്റെ രണ്ട് നമ്പറിന്റെ സബ്ട്രാക്ഷൻ ആക്കി എഴുതി, x2 ഡാഷ് മൈനസ് x2 ഡബിൾ ഡാഷ്. നമ്മൾ x2 ഉപയോഗിക്കും, കാരണം ഈ x2ന്റെ കറസ്പോണ്ടിങ് എന്നുള്ളതുകൊണ്ടാണ് ഈ വേരിയബിൾ ഉപയോഗിച്ചത് കേട്ടോ. സോ x2 ഡാഷ് ഗ്രേറ്റർ ദാൻ 0, x2 ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ 0. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ, നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതാം. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ x2 എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ z മാക്സിമം z ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആട്ടോ, അപ്പോഴും ക്വസ്റ്റ്യൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആൻസറിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഡുവൽ നമ്മൾ കാണാൻ തുടങ്ങിയിട്ടില്ല. സോ മാക്സിമം z ഈക്വൽ ടു 2x1 മൈനസ് x2ന് പകരം x2 ഡാഷ് മൈനസ് x2 ഡബിൾ ഡാഷ് മതി. ഒരു ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, മൈനസ്. അതുപോലെ കൺസ്ട്രെയിനിലും x2 എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ x2 ഡാഷ് മൈനസ് x2 ഡബിൾ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. x2 ഡാഷ് മൈനസ് x2 ഡബിൾ ഡാഷ് ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോകരുത്. സോ ഇനിയാണ് നോൺ നെഗറ്റീവ് കണ്ടീഷൻസ്. x1 ഗ്രേറ്റർ ദാൻ 0, നമ്മൾ x2നെ മാറ്റി എന്താക്കി, x2 ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആണ്, x2 ഡബിൾ ഡാഷും ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഇപ്പൊ നമുക്ക് എന്തായി മാറിയിട്ടുണ്ട്, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ വേരിയബിൾസിനെയും നോൺ നെഗറ്റീവ് കണ്ടീഷൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ഇതിനെ കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റണം. കാനോണിക്കൽ ഫോമിലേക്ക് ഇവിടെ ഒരു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കിടക്കുന്നുണ്ട്. സോ അതിനെ ലെസ് ദാൻ ഈക്വൽ ടു ആക്കി മാറ്റണം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈനസ് ഒക്കെ ഒന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഒരു മൈനസ് പുറത്തുണ്ട്, ഇവിടെ 2 പുറത്തുണ്ട്, ഇവിടെ ഒരു മൈനസ് പുറത്തുണ്ട്. അതിനെ ആദ്യം ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. സോ അതിനെ നമ്മളിത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് x2 ഡാഷ്, ഇവിടെ ഒരു മൈനസ് പ്ലസ് ഉള്ളത്, മൈനസ് ഉള്ളത് മൈനസ് ഉള്ളിലേക്ക് പ്ലസ് ആവും. സോ അതേപോലെ ഇവിടെ +2 ഉള്ളിലേക്ക് വരുമ്പോൾ ഈ 2 ഉള്ളിലേക്ക് വരും, ഈ മൈനസ് ഉള്ളിലേക്ക് വരും. സോ x2 നമ്മൾ എന്ത് ചെയ്തത്, ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റണം. സോ ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്താക്കണം, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലെസ് ദാൻ ഈക്വൽ ടു ആക്കണം. സോ നമ്മൾ കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റുകയാണ്. മാക്സിമം z ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ലെസ് ദാൻ ഈക്വൽ ടു. സോ ഈ കൺസ്ട്രെയിനിൽ മാറ്റമൊന്നുമില്ല. സെക്കൻഡ് കൺസ്ട്രെയിൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്നുള്ളത്, അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ത്രൂ ഔട്ട്. സോ മൈനസ് 3x1 പ്ലസ് x2 ഡാഷ് മൈനസ് x2 ഡബിൾ ഡാഷ് ലെസ് ദാൻ ഈക്വൽ ടു -3 എന്ന് വരും. അതേപോലെ നോൺ നെഗറ്റീവ് കണ്ടീഷൻ. ഇപ്പൊ കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡുവൽ കാണാം. കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാം, ഡുവൽ കാണാം. സോ ഡുവൽ എന്ത് വരും, മാക്സിമം ഉള്ളതിന്റെ ഡുവൽ മിനിമം എന്ന് വരും. മിനിമം w, z പകരം w. ഇനി ഈ വേരിയബിൾസ് കോൺസ്റ്റന്റ് ആരൊക്കെയാണ്, 4ഉം -3 മാത്രമേ ഉള്ളൂ. സോ 4u1 -3u2. ഇനി സബ്ജക്റ്റ് ടു x1ന്റെ കോഎഫിഷ്യൻസ് കംപ്ലീറ്റ് എഴുതുക. ഇവിടെ 1 -3 1. സോ സോറി, ഇത് നോൺ നെഗറ്റീവ് ആണ്. ഈ രണ്ട് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഈ രണ്ട് കൺസ്ട്രെയിൻ മാത്രമേ ഉള്ളൂ. സോ 1 -3. സോ u1 -3u2. u1 -3u2. സെക്കൻഡ് x2ന്റെ കോഎഫിഷ്യൻസ് 2 1. സോ 2u1 പ്ലസ് u2. നെക്സ്റ്റ് x2 ഡബിൾ ഡാഷിന്റെ കോഎഫിഷ്യൻസ് -2 -1. -2 -1. സോ -2u1 -u2. ഈ നോൺ നെഗറ്റീവ് കണ്ടീഷൻ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ, അത് നോൺ നെഗറ്റീവ് കണ്ടീഷൻ ആണ്, കൺസ്ട്രെയിൻസ് അല്ല, ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ എന്ത് വരും, നമ്മുടെ കോസ്റ്റ് കോഎഫിഷ്യൻസ് ആദ്യം 2 വരും, -1 1.
മിനിമം ഉള്ളത് കൊണ്ട് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും. സോ ഇവിടെ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ, ഈ രണ്ട് ഇനീക്വാലിറ്റി നോക്കി നോക്കൂ. എന്തെങ്കിലും റിലേഷൻ കാണുന്നുണ്ടോ? ഈ രണ്ട് ഇനീക്വാലിറ്റി തമ്മിൽ എന്തെങ്കിലും റിലേഷൻ കാണുന്നുണ്ടോ? സെയിം അല്ലെ, ഇവിടെ 2u1 പ്ലസ് u2, അതിന്റെ നേരെ നെഗറ്റീവ് ആണ് ഇവിടെ, -2u1 -u2. ഇവിടെ -1, അതിന് നേരെ നെഗറ്റീവ് 1. സോ നമുക്ക് ഇതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഇക്വേഷൻ തന്നെ ആയിട്ട് ഈ ഒരു ടേംസ് ആക്കി മാറ്റാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഇനീക്വാലിറ്റിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ പ്ലസ് ഉള്ളിടത്ത് -2u1, ഈ പ്ലസ് -u2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്തായി മാറും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. -1 മൾട്ടിപ്ലൈ ചെയ്താൽ 1 വരും. സെക്കൻഡ് അങ്ങനെ തന്നെ വെച്ചു, തേർഡ് അതേപോലെ തന്നെ വെച്ചു. സോ ഇവിടെ നോക്കി നോക്കൂ, -2u1 -u2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സെയിം ടേം തന്നെ, -2u1 -u2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെയിം ടേം ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? ഈക്വൽ ടു മാത്രമേ പോസിബിൾ ഉള്ളൂ. ഒരേ ടേം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, അതേ ടേം തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൂടി വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടി എന്ത് സംഭവിക്കുള്ളൂ? ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈക്വൽ ടു ആയിട്ട് മാറും. സോ ഈ രണ്ട് ഇനീക്വാലിറ്റി കൂടിയിട്ട് നമുക്ക് ഈക്വൽ ടു എഴുതാൻ പറ്റും. u1 ഫസ്റ്റ് ഇനീക്വാലിറ്റി അതേപോലെ തന്നെ എഴുതും, സെക്കൻഡും തേർഡും ഉപയോഗിച്ചിട്ട് ഈക്വൽ ടു ആക്കി മാറും. ലെസ് ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആയിട്ട് ഈക്വൽ ടു ആയിട്ട് മാറും. കാരണം ഇവിടെ ലെഫ്റ്റും റൈറ്റിലും സെയിം ടേം ആണ്, ഇനീക്വാലിറ്റി ഡിഫറൻറ്റും ആണ്. അപ്പോൾ ഈക്വൽ ടു ആയിട്ട് മാറും. ഇനി ഇതാണ് അപ്പോൾ ഡുവൽ, ഇതാണ് നമ്മുടെ ഡുവൽ. ഈ ഡുവലിന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കൂ, എത്ര വേരിയബിൾ ഉണ്ട്? 2 വേരിയബിൾ. അപ്പൊ ആൻസറിൽ നമ്മുടെ ഡുവലിൽ 2 കൺസ്ട്രെയിൻ ഉണ്ടാകാൻ പാടുള്ളൂ. 2 വേരിയബിളേ ഉള്ളൂ, അപ്പൊ 2 കൺസ്ട്രെയിൻ ഉണ്ടാകാൻ പാടുള്ളൂ ഡുവലിൽ. അതേപോലെ 2 കൺസ്ട്രെയിൻ, അപ്പൊ ഡുവലിൽ 2 വേരിയബിൾ ഉണ്ടാകാൻ പാടുള്ളൂ. തേർഡ് വണ് x2 ഈസ് അൺറെസ്ട്രിക്റ്റഡ്. അപ്പൊ സെക്കൻഡ് കൺസ്ട്രെയിൻ ഈക്വൽ ടു എന്നായിരിക്കും, കാരണം x2 അൺറെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ നമ്മുടെ ഡുവലിൽ സെക്കൻഡ് കൺസ്ട്രെയിൻ ഈക്വൽ ടു ആയിരിക്കും. നമ്മുടെ ഡുവലിലേക്ക് നോക്കി നോക്കൂ, അല്ലെ? ഡുവല പറഞ്ഞ പോലെ വന്നിട്ടുണ്ട്. എന്താണ്? 2 വേരിയബിൾ, 2 കൺസ്ട്രെയിൻ, സെക്കൻഡ് കൺസ്ട്രെയിൻ ഈക്വൽ ടു. അതിന് കാരണം ക്വസ്റ്റ്യനിൽ സെക്കൻഡ് വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ഓക്കെ.